ടാനും പേനൊക്കെ പോയി ഇച്ചിനെസ് ഒക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ടിരിക്കുന്ന സ്കാൽപ്പ് വേണോ? അപ്പോൾ അങ്ങനെയുള്ള ഉദ്ദേശമൊക്കെ വരുമ്പോൾ ഞാൻ നേരെ വിടുന്നത് എൻ്റെ തറവാട്ടിലേക്കാണ്. മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ കുറച്ച് കാട് പിടിച്ച് കിടക്കുന്നുണ്ട്, കുറച്ച് കൊതുകടിയൊക്കെ കൊള്ളേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, നമുക്ക് നമ്മളെ മുടി നല്ല അടിപൊളിയാക്കണ്ടേ. അപ്പോൾ ഇതാ നേരെ വിട്ടു നമ്മൾ വേപ്പിൻ്റെ ഇല പറിക്കാൻ വേണ്ടിയിട്ട്. പണ്ടേ ഈ ഒരു സ്ഥലത്ത് വേറൊരു വേപ്പിൻ്റെ മരം ഉണ്ടായിരുന്നു. അത് ഉണങ്ങിപ്പോയതിന് ശേഷം പിന്നീടും വെച്ചിട്ട് ആ ഒരു സ്ഥലത്ത് വളർന്നിട്ടുണ്ടായ ഒരു മരമാണ് കേട്ടോ. എന്തായാലും ഒരു വീട്ടിലൊരു വേപ്പിൻ്റെ മരമൊക്കെ ഉള്ളത് ഏറ്റവും നല്ലതാണ്. കാരണം ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെ ബാക്ടീരിയ ഒന്നും ഇല്ലാണ്ടിരിക്കാനും നല്ല ശുദ്ധവായു കിട്ടാനൊക്കെ ഈ ഒരു വേപ്പിൻ്റെ മരം ഹെൽപ്പ് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ കുഞ്ഞു മക്കളിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചൊറിച്ചിലിനും ഒക്കെ നമുക്ക് ഈ ഒരു വേപ്പിൻ്റെ ഇലയിട്ടിട്ട് വെള്ളം ചൂടാക്കിയിട്ട് കുളിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒരു വേപ്പിൻ്റെ മരമെങ്കിലും വെച്ച് പിടിപ്പിക്കാൻ നോക്കുക. അതിൻ്റെ ഇടയിൽ നമുക്കൊരു തേങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും എടുത്തു, കാരണം അമ്മക്ക് അത് കൊണ്ടു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും. അപ്പോൾ ചെറിയൊരു സോപ്പിടൽ നടക്കും. അപ്പോൾ ആ തേങ്ങ എടുത്തു, കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ഉള്ളിൽ ഇല്ല വെള്ളം ഇല്ലാത്തതായിരിക്കുന്നു, പക്ഷേ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് എടുത്ത് വെച്ചു. ഇനി നമ്മൾ ഉദ്ദേശം ഒരു ചെമ്പരത്തിൻ്റെ പൂവും പറിച്ചിട്ടുണ്ടായിരുന്നു. 5 ഇതളിൽ തന്നെ പറിക്കാൻ നോക്കുക, കാരണം അതാണ് ഏറ്റവും ബെനിഫിറ്റ് ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇത് കറിവേപ്പിൻ്റെ ഇലയാണ്. അതും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അതും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറിക്കിടാനും കൂടി കുറച്ചധികം പറിച്ചു വന്നു, അതുകൊണ്ട് കുറച്ചധികം ഞാൻ പറിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പാക്കല്ല കേട്ടോ. ഒരുപാട് പേര് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെമ്പരത്തിൻ്റെ ഇലയുടെ പാക്ക് ഇട്ടപ്പോൾ അത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ തലേന്ന് പോകുന്നില്ല, മുടിയിലൊക്കെ ഭയങ്കര തങ്ങി നിർന്നിട്ട് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ മാറ്റിയിട്ട് നല്ലൊരു അടിപൊളി ട്രിക്കാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഒരു പിടി തുളസീൻ്റെ ഇലയും പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മൈലാഞ്ചിൻ്റെ ഇലയും ഒരു പിടി പറിച്ചിട്ടുണ്ടായിരുന്നു. അത് വരുന്ന വഴിക്കുള്ളൊരു വീട്ടിൽ നിന്നാണ് പറിച്ചത് കേട്ടോ. അപ്പോൾ അതും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയധികം സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ലും കൂടി യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ പാക്കായിട്ടല്ല യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ എല്ലാം നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് എടുക്കാം. എല്ലാം ഓരോ പിടി എടുത്താൽ മതി. ഞാനിവിടെ 2 പേർക്കുള്ള എമൗണ്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എനിക്ക് അമ്മക്കും കൂടി ഉള്ളതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നും നാളെയും മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് കുറേ എമൗണ്ട് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് നമ്മളിങ്ങനെ കൈയിട്ടിളക്കാതെയൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കറിവേപ്പിൻ്റെ എല്ലാം ഒരു പിടി, മൈലാഞ്ചി ഇല ഒരു പിടി, ചെമ്പരത്തീൻ്റെ പൂവുണ്ടെങ്കിൽ 1-2 പൂവ് ഇടുക, പിന്നെ തുളസി ഇല ഒരു പിടി, പിന്നെ വേപ്പിൻ്റെ ഇല ഒരു പിടി. അങ്ങനെയൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ പേസ്റ്റാക്കി അരച്ചെടുക്കുക. അതിന് ശേഷം ഈ ഒരു മിക്സിൻ്റെ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ലെയർ തുണി വെച്ചിട്ട് ഞാൻ നല്ല നീറ്റായിട്ട് ഒന്നത് കംപ്ലീറ്റ് പിഴിഞ്ഞതിൻ്റെ ലിക്വിഡ് മാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം ചെയ്യുന്നത്. ഇത് ഇത്രമാത്രം ചെയ്തിട്ട് നേരെ ആ ഒരു പേസ്റ്റ് കംപ്ലീറ്റ് തലയിൽ തേക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അല്ലാത്തവർക്ക് ഇതുപോലെ കംപ്ലീറ്റ് മിക്സും നമ്മൾ ഇതുപോലെ ലിക്വിഡ് മാത്രം അരിച്ചെടുത്തതിന് ശേഷം ആ ഒരു ലിക്വിഡ് മാത്രം സ്കാൽപ്പിൽ തടയി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കരുത്, കാരണം നമ്മുടെ ലിക്വിഡ് കുറച്ചും കൂടെ കൺസിസ്റ്റൻസി തിക്കായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്പ്രേ ബോട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ. അപ്പോൾ നോർമൽ പാക്കായിട്ട് തലയിൽ ആ ഒരു പേസ്റ്റോടെ തേക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു പീസ്, ഒരു ചെറിയൊരു ലീഫ് അലോവേര ജെല്ലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷനിലാണ്, തണുപ്പിൻ്റെ ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ മാത്രം. പിന്നെ ഒത്തിരി പാൻ ശല്യം കൊണ്ട് പൊറുതി മുട്ടി നിൽക്കുകയാണെങ്കിൽ ഈ ഒരു മിക്സിൻ്റെ കൂട്ടത്തിൽ തന്നെ കർപ്പൂര ചെടിയുണ്ട്, കർപ്പൂര തുളസി എന്നൊക്കെ പറഞ്ഞു കിട്ടും. അത് കുറേ ഇങ്ങനെ വള്ളി പോലെ, വള്ളി എന്നാണോ ഇങ്ങനെ താഴെ നിലത്തിങ്ങനെ പടർന്ന് പോകുന്നതാണ്. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല കേട്ടോ. നമ്മൾ ബാത്റൂമിൻ്റെ വെള്ളമൊക്കെ വീഴുന്ന ആ ഒരു നല്ല രീതിയിൽ വെള്ളം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് ഇത് കൂടുതൽ ഉണ്ടാവുക കേട്ടോ. നിലത്തിങ്ങനെ പടർന്ന് ഇങ്ങനെ അങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ അത്. അപ്പോൾ ഇനി എങ്ങാനും കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കർപ്പൂര ചെടിയുടെ ഒരു പിടി ഇലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി പെൻഷനിലുള്ളവർക്ക് അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഇതും ഹെൽപ്പ് ചെയ്യും, പക്ഷേ ഇതിനേക്കാൾ എഫക്റ്റീവാണ് കുറച്ചും കൂടി കർപ്പൂരത്തിൻ്റെ ഇലയും കൂടി ഇടുന്നത്. എനിക്ക് ഒത്തിരി ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ പാൻ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുഞ്ഞിൻ്റെ തലേന്ന് വന്നതാണ്, അവളിങ്ങനെ കളിക്കാനൊക്കെ പോയി എല്ലാവരെയും എടുത്തിട്ടൊക്കെ നടക്കുന്നത് കൊണ്ടായിരിക്കണം, അറിയില്ല. അപ്പോൾ ഒരുപാട് നാളൊന്നും എൻ്റെ തലയിൽ പാനൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ മുടിയൊക്കെ മുറിച്ച് പിന്നെ അവളുടെ തലയിൽ നിന്ന് കൂടി എൻ്റെ തലയിലേക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ഇച്ചിനെസ്സും ആ ഒരു ചൊറിയലൊക്കെ ഭയങ്കര സൈകെട്ടിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കിയത് കേട്ടോ. എന്തായാലും ഭയങ്കര എഫക്റ്റീവാണ്. കംപ്ലീറ്റ് വകച്ചിലെടുത്ത് ഓരോ സ്കാൽപ്പിൻ്റെ ഓരോ പോർഷൻ എടുത്തിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. നല്ല രീതിയിൽ ഹെഡ് മസാജ് ചെയ്ത് കൊടുത്തു. നമ്മൾ തല കുത്തനെ ഇട്ടതിന് ശേഷം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നല്ല രീതിയിൽ സ്കാൽപ്പിൽ അത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്താൽ ഒരു മസാജിങ് ഒക്കെ കൊടുക്കുമ്പോൾ അതും തന്നെ നമ്മളെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കംപ്ലീറ്റ് അപ്ലൈ ചെയ്യുക, ഒരു 20 മിനിറ്റ് എങ്കിലും വെക്കുക, എന്നിട്ട് മാത്രം കഴുകി കളയുക.
അപ്പോൾ നല്ലൊരു ബണ്ണ് കെട്ടിയിട്ട് ഒരു 20 മിനിറ്റ് എങ്കിലും കീപ്പ് ചെയ്തതിന് ശേഷം നോർമൽ തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. ഷാമ്പൂ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ടിപ്സിനൊക്കെ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു നല്ല വീഡിയോയിൽ കാണാം. സീ യു, ടേക്ക് കെയർ.